അപ്പൊ നമ്മളിപ്പോ പൊതുവെ ഇപ്പൊ ഉള്ള മിക്ക മൂവീസും വിമൻ ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിലും പക്ഷെ ഇമ്പോർട്ടൻസ് കുറവാണ്. ചില മൂവീസ് ഒക്കെ നോക്കി വിമൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്ട് അങ്ങനെ മാത്രം കാണിക്കുന്ന മൂവീസും ഉണ്ട്. അപ്പൊ ഇനിയും കുറെ വിമൻ ഓറിയന്റഡ് മൂവീസ് വരണം, വിമന് അപ്പൊ അങ്ങനെ കുറെ ചർച്ചകളും നമ്മുടെ മലയാള ഇൻഡസ്ട്രി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇനിയും അങ്ങനത്തെ മൂവീസ് വേണം എന്ന് ആണോ? വിമൻ ഓറിയന്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫാമിലി ആയാലും മൂവി ആയാലും എല്ലാം നമ്മളൊന്ന് എന്താ പറയാ മിങ്കിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ വിമൻ ഉണ്ടെങ്കിൽ മെന്നും ഉണ്ട്. അപ്പൊ അവർക്ക് വിമന് ഒരു സപ്പോർട്ടായിട്ട് മെൻ ഉണ്ടായിക്കൊണ്ട് വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി ചെയ്യുന്നതിനും പ്രശ്നമല്ല. വിമൻ ഓറിയന്റഡ് മാത്രം ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഈക്വലി ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും വിമൻ ഓറിയന്റഡ് ആയിട്ട് ചെയ്യണം എന്ന് നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബാക്ക് സപ്പോർട്ട് ആയിട്ട് മെൻ എന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെ വിമൻ ഓറിയന്റഡ് മാത്രം അങ്ങനെ ഒരു ഇത് എനിക്കില്ല. ഞാനൊരു ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം അതിന്റെ സപ്പോർട്ട് എത്രത്തോളമാണ് നമുക്ക് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്റർവ്യൂവിൽ പോലും വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇൻഡസ്ട്രിയിൽ ഉള്ളതും നിൽക്കുന്നതും എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡും ഫാമിലിയും തന്നെയാണ്. അപ്പം വിമൻ ഓറിയന്റഡ് ആയിട്ട് മാത്രം ഞാനത് അഭിപ്രായപ്പെടുന്നില്ല. ഇപ്പോഴത്തെ ചർച്ചകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, സിനിമയിലോട്ട് വരുന്ന ഓരോ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കുറെ ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അതിനെ പറ്റി? ഇന്ന് ശരിക്കും സിനിമയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാല് അത് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ നിൽക്കുന്ന പോലെയാണെന്ന് ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാല് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. നമ്മൾ നോന്ന് പറയാത്തടത്താണ് പ്രോബ്ലംസ് ഉള്ളത്. നമ്മൾ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നതും കൊണ്ടുപോകുന്നതും ആയ ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് പറ്റില്ല എന്ന് പറയുന്ന കാര്യം അവർക്ക് ഫേസ് ടു ഫേസ് എത്തിയിട്ടുണ്ടെങ്കിൽ അവരത് നോന്ന് പറയാൻ വേണ്ടി പറ്റണം. എന്താ വെച്ചാൽ ഞാനൊരു മാർഷൽ ആർട്സിന് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ കുട്ടികൾക്ക് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്. എന്താ സ്കൂളിലായാലും എവിടെയാണെങ്കിലും പബ്ലിക്കിലായാലും അവർക്ക് ബുദ്ധിമുട്ടായിട്ടൊരു കാര്യം വരികയാണെങ്കിൽ അത് അവർക്ക് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. അവര് റിയാക്ട് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഞാനൊരു ഇന്ത്യൻ കരാത്തെ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റെഫറിയാണ്, കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജഡ്ജാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഞാൻ ഒരു ആ പാഷൻ, എനിക്കൊരു മൂവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര പാഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ മാർഷൽ ആർട്സ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴും ഒത്തിരി പേര് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു ഇന്ത്യയുടെ റെഫറിയാണ്, ഇന്ത്യയുടെ ജഡ്ജാണ്, അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നീ കാണിക്കുന്ന അബദ്ധന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മള് കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. ഇപ്പൊ ഞാൻ ഈ സമയം കൊണ്ട് 4 വർഷം കൊണ്ട് 14 മൂവി ചെയ്തു ഞാൻ. അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ മൂവി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെയുള്ളൂ. ഇപ്പം നടക്കുന്ന ഇൻസിഡൻസ് അറിയാലോ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ കിട്ടുള്ളൂ. ആ രീതിയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ അന്ന് സിനിമ ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഇല്ല. നമ്മൾ നിൽക്കേണ്ടിടത്ത് നിന്ന് കഴിഞ്ഞാല് നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമുക്ക് കിട്ടേണ്ടത് ആ ക്യാരക്ടർ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കും. നിങ്ങൾ വന്ന് ചെയ്യണം എന്ന് പറയും. എല്ലാത്ത കേസ് ഉണ്ടാവും, സോറി നമുക്ക് പറ്റില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെ പറ്റിയ ആളെ കിട്ടിയ എടുത്തോട്ടെ അവര്. നമ്മൾ അതിന്റെ പിന്നാലെ പോണ്ട. നമുക്ക് ആ ക്യാരക്ടറാണ് അവർക്ക് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കും. ആ ക്യാരക്ടറിനെല്ലാം അവിടെ ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ അവർ ആ വഴിക്ക് പോകും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. പേഴ്സണലി എന്റെ അഭിപ്രായം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, പലരും അതാ പറയുന്നത്, നോ പറഞ്ഞ അടുത്ത് നോ പറഞ്ഞ ഒരു പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സിനിമയാണെങ്കിലും ഇപ്പൊ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാന്ന് പറഞ്ഞാല് സിനിമ എല്ലാവരും പോയിട്ട് കാണണം. നല്ല മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി ഫാമിലി യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് അഭിപ്രായം. അപ്പൊ എല്ലാവരും പോയിട്ട് മൂവി കാണാം, വിജയിപ്പിച്ചു തരാം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ടുപേരുടെ തല്ലും കൂടി നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും പോയി സിനിമ കാണണം. സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. നിങ്ങൾക്കും ഇനിയും നല്ല നല്ല റോൾസ് എടുത്തിരുന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.